ഹേ ഗായ്, സഞ്ജൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ദിസ് ഈസ് മീ അഞ്ജലി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പേപ്പർ കൊണ്ട് കുട്ടികൾക്കൊരു ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കി നോക്കാം. കണ്ടിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് അപ്പൂപ്പനായിട്ടൊക്കെ തോന്നുന്നോ? കുഞ്ഞു പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്രിസ്മസ് അപ്പൂപ്പൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കി ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടുന്നത് ഇതുപോലെ പഞ്ഞി വേണം, കത്രിക വേണം, 2 കളറുള്ള പേപ്പർ വേണം. ആദ്യം ഈ പേപ്പർ ഇങ്ങനെ കോണോട് കോൺ മടക്കിയതിന് ശേഷം ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയുക. എന്നാലും ഈ കോണോട് കോൺ മടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലെ വട്ടം വരുന്നോന്ന് നോക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു വട്ടം വരുന്ന ഒരു പാത്രം വെച്ച് ഇങ്ങനെ വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. ഞാൻ കോണോട് കോൺ മടക്കണമെന്ന് പറഞ്ഞാൽ സ്ക്വയർ ഷേപ്പ് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാമെന്നാ, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്കിത് കട്ട് ചെയ്യാം. കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സാന്ത. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, തീരെ കുഞ്ഞു പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന രീതിയിലാണ്. ആർക്ക് സ്കൂളിലൊക്കെ ചെയ്തുകൊണ്ട് പോകാം. ക്രിസ്മസ് കഴിഞ്ഞു എന്നറിയാം, എന്നാലും ഇരിക്കട്ടെ എന്ന് ഈ വീഡിയോ അതിന് മുമ്പേ എടുത്ത് വെച്ചതാണ്. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, സാങ്കേതിക കാരണങ്ങളാൽ. എൻ്റെ ഫോണൊക്കെ ഒന്ന് പോയി. അങ്ങനെ അത് ശരിയാക്കി വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ക്രിസ്മസിൻ്റേതായിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. അതെല്ലാം ഞാൻ ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞാലും അടുത്ത ക്രിസ്മസിന് ഇതൊക്കെ ആവശ്യമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ ത്രികോണ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തലയുടെ മേളിൽ തൊപ്പി വെക്കാൻ പറ്റുന്ന രീതി നമ്മൾ ആദ്യം നോക്കുക. എത്രയും വേണമെന്ന് നോക്കുക. എന്നിട്ട് അത് മടക്കി ഇങ്ങനെ വെട്ടിക്കളയുക. കറക്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വേണം എന്നേ ഉള്ളൂ കേട്ടോ, തൊപ്പി വെക്കുന്നത് പോലെ. ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ നോക്കിയപ്പോൾ കണ്ട ഇതുപോലെ തൊപ്പി നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇനി ഇത് പശ തേച്ച് ഒട്ടിക്കുക. ആ തൊപ്പി നമുക്ക് എവിടം വരെ വേണോ. ചില സമയം പശ ഇങ്ങനെയാണ് ഫ്രണ്ട്സ്, കറക്റ്റ് സമയത്ത് പ്രയോജനപ്പെടത്തില്ല. ഇപ്പോഴും പശ വരുന്നില്ല. ഇനി നമുക്കൊന്ന് കുത്തി നോക്കാം. പശ നമ്മുടെ തൊപ്പി എത്രയും വേണോ അത്രയും പശ തേച്ചിട്ട് നമുക്ക് അവിടെ ഇവിടെ കുറച്ച് പശയും കൂടെ തേച്ച് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് തൊപ്പി ഇരിക്കുന്നത് പോലെ. ഇനി ചെയ്യാനുള്ളത് നമുക്ക് അപ്പൂപ്പന് കണ്ണും മൂക്കും വായും ഒക്കെ വരച്ചു കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു വലിയ വാ വരച്ചു. നമുക്ക് കണ്ണ് വരയ്ക്കാനായിട്ട് നമുക്ക് ലൈറ്റ് കളർ പേപ്പർ, വെള്ളയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളർ, ലൈറ്റ് കളറായിരിക്കണം. വെള്ളയായിരിക്കും ഏറ്റവും നല്ലത്. ലൈറ്റ് കളർ ഒരു പേപ്പർ എടുക്കുക. ഇങ്ങനെ 2ആയിട്ട് കണ്ടിക്കുക. കണ്ണിൻ്റെ അവിടുത്തെ ഇങ്ങനെ 2 കണ്ണാക്കി വെച്ച് കൊടുക്കുക. പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ കണ്ണായി, വായായി. ഇനി മൂക്കിൻ്റെ അവിടെ ത്രികോണ ഷേപ്പിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അത് മൂക്കായി ഒട്ടിച്ചു കൊടുക്കുക. താഴോട്ട് വേണം. അങ്ങനെ അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പൂപ്പന് താടി കൊടുക്കാം. ആദ്യം കുറച്ച് പശയാക്കി കൊടുക്കുക. താഴെ മൊത്തം താടി എത്ര വേണോ അത്രയും പശയാക്കി കൊടുക്കുക. എന്നിട്ട് ആ പശ കൈ വെച്ച് നല്ല വൃത്തിക്ക് തേച്ച് പിടിപ്പിക്കുക. കുറച്ചായിട്ട് പഞ്ഞി എടുത്ത് ആ പശയുടെ മേളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അപ്പൂപ്പൻ്റെ വെള്ള താടി പോലെയായി. താടി താഴോട്ട് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം അത്രയും മതി എന്നുള്ള രീതി ആയതുകൊണ്ട് അത്രയും ഒട്ടിച്ചു ഫ്രണ്ട്സ്.
അങ്ങനെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ റെഡിയായിരിക്കുകയാണ്. കുഞ്ഞു പിള്ളേർക്കൊക്കെ സ്കൂളിൽ ചെയ്തുകൊണ്ട് പോകാനൊക്കെ പറ്റുന്നൊരു ക്രിസ്മസ് അപ്പൂപ്പനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവരും ഒരു ലൈക്ക് തന്ന് സഹായിക്കണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്ക് എന്തോ ഒരു സന്തോഷമാവുമെന്നറിയോ. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. Like, share, comment and subscribe please. Thanks for watching the video. This is me Anjali.